കവനന്റ് കോമ്പറ്റൻസി എന്ന് പറഞ്ഞാൽ ഉടമ്പടി ദൈവത്തോട് ചെയ്യാനുള്ള യോഗ്യത. ഒന്നാമത്തെ പോയിന്റ് കഴിഞ്ഞല്ലേ. ഇനി രണ്ടാമത്തെ പോയിന്റ് ഉണ്ട്. ആദ്യത്തെ പോയിന്റ് എന്താണ്? അനുദപിക്കുക, വിശ്വസിക്കുക. ഇനി നമ്മളെ യോഗ്യമാക്കുന്ന ഒരു ഉത്തമ ഉടമ്പടി പങ്കാളിയായി മാറ്റുന്ന രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് അറിയാവോ? അവൻ പറയണത് പോലെ ചെയ്യുക. അതാണ് അതിൻ്റെ മർമ്മം എന്ന് പറഞ്ഞാൽ അവൻ പറയണവർ ചെയ്യുക. നമ്മൾ അതിൻ്റെ പേരിലാണ് ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവരുടെ മേൽ കാരുണ്യമുണ്ടാകും. അപ്പോഴങ്ങനെ ദൈവത്തിൻ്റെ കരുണയും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനങ്ങളും, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങളെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. അപ്പോൾ എല്ലാ തരത്തിലുള്ള മനുഷ്യോപകാര പ്രവർത്തനങ്ങളെന്ന് ഇന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ ഈ മരങ്ങളെല്ലാം നമ്മൾ ഈ കെട്ടിടം എന്താണ് ഇവിടെ വന്നിരിക്കണത്? ഈ കെട്ടിടം എന്താ ഇവിടെ? ഈ കെട്ടിടം കല്ലിട്ടത് അവിടെയാണ്. അപ്പം ഞങ്ങൾ കെട്ടിടം പണിയാൻ വേണ്ടി വന്നപ്പോൾ അവിടെ 2 മരം നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു മരം വെട്ടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പം മരമില്ലാത്ത സ്ഥലത്തേക്ക് കെട്ടിടം മാറ്റിയതിനെ കണ്ടത്. 2 മരത്തിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ റോഡിൽ നിന്ന് നോക്കുമ്പോൾ ഭംഗിയായിട്ട് ഈ കെട്ടിടം കാണാൻ പറ്റും. പെട്ടെന്ന് നമ്മൾ ഭംഗിയായിട്ട് ആൾക്കാരെ കാണിക്കുകയല്ല പ്രശ്നം. ഇവിടെ ജീവജാലങ്ങൾ ഒരുമിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ പങ്കെടുക്കുന്ന ഒരു പൊതു പ്രകൃതിയുണ്ട്. അതിനകത്ത് വെള്ളമുണ്ട്, വായുവുണ്ട്, മരങ്ങളുണ്ട്. ഈ മുളയുടെ 2 കഷ്ണങ്ങൾ വെട്ടിയതിന് ഞാനിവിടെ വന്ന് കോൺട്രാക്ടറുമായിട്ട് ഒരു ദിവസം മുഴുവൻ പ്രശ്നം ഉണ്ടാക്കി. എന്നിട്ടും അവരത് വെട്ടി. കാര്യം അതിനകത്ത് മുള കാറ്റത്ത് ആടിക്കൊണ്ട് നമ്മുടെ പല അലുമിനിയം ഷീറ്റുകളെ തെറിപ്പിച്ച് കളഞ്ഞു. പക്ഷേ ഇത് പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളതും നമ്മുടെ സുവിശേഷ വിഹിതമായ ഒരു സാക്ഷ്യമാണത്. കാര്യം നമുക്ക് വെറുതെ ഇങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. ഞാനൊരു ഗൾഫ് രാജ്യങ്ങളിൽ സുവിശേഷ വേലയ്ക്ക് പോയപ്പോൾ ഞാൻ ഒരു 10-100 കിലോമീറ്റർ ഈ എണ്ണപ്പാടത്തിലൂടെ പോയി. അപ്പം ഞാനവിടെ ദൈവമേ കേരളം എന്ത് മനോഹരമാണെന്ന്. ഖത്തറിൽ ചെന്നപ്പോൾ അത് വേറൊരു രാജ്യമാണ്. ഖത്തറിൻ്റെ വിമാനത്താവളത്തിനകത്ത് അവർ വനം വെച്ച് പിടിപ്പിക്കുകയാണ്. വിമാനത്താവളത്തിനകത്ത് അതെന്ത് കോടികൾ മുടക്കിയാണ് ആ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത്. ഒരു പച്ചപ്പില്ലാത്തതിന് എന്തുമാത്രം വിഷമിക്കണമെന്നാണ്. അപ്പം നമുക്ക് ഉള്ള സാഹചര്യങ്ങളെ ഉപയോഗിക്കുന്നത് ഈ മനുഷ്യൻ മാനസാന്തരപ്പെടുന്ന മാത്രമല്ല, മാനസാന്തരത്തിൻ്റെ ഒരു ഇക്കോളജിയുമായിട്ട് കുറേ ബന്ധമുള്ള കാര്യങ്ങളാണ്. പക്ഷേ എല്ലാ ജീവജാലങ്ങളും വളരാനും പുലരാനും അനുവദിക്കുന്നു. നമുക്ക് ദോഷമുണ്ടാകുന്ന ജീവജാലങ്ങളെക്കുറിച്ചല്ല. ഇപ്പോൾ പാമ്പിനൊക്കെ കുറഞ്ഞ് വീട്ടിൽ കയറ്റി വെക്കുന്ന ചിലപ്പോൾ അത് കൊത്തി ചത്തുപോകും നമ്മൾ. അതിനൊക്കെ നമുക്ക് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ വിവേകമുള്ളവരായിരിക്കണമെന്ന്, സർപ്പങ്ങളെപ്പോലെ വിവേകമുള്ളവരായിരിക്കണമെന്ന്. വിവേകം കാണിക്കേണ്ടി വരും ആ കാര്യത്തിൽ. അപ്പം പ്രകൃതി സ്നേഹം കാരണം വിവേകം പോകരുത്. അതൊരു പ്രാക്ടിക്കൽ പ്രൂഡൻസാണ് അതിൻ്റെ പശ്ചാത്തലം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം, അവൻ പറയണത് പോലെ ചെയ്തു വരുമ്പോഴേ സ്വാഭാവികമായിട്ട് മനുഷ്യൻ മാത്രമല്ല അവിടെ ആ ചെയ്യത്തിലുള്ളത്, പ്രകൃതിയും പരിസരങ്ങളും എല്ലാം അതിൻ്റെ അകത്തുണ്ട്. നമുക്ക് സ്വസ്ഥവും സമാധാനമായിട്ട് ജീവിക്കണമെങ്കിൽ ഇപ്പോൾ ആലപ്പുഴ വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താ? ഇവിടുത്തെ എയർ ഇത്തിരി കട്ടിയാണ്. പക്ഷേ ഇടുക്കി ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ഞാൻ പറഞ്ഞ ഇടയ്ക്ക് ഞാൻ കാട്ടിൽ പോകും. എന്തിനാണെന്ന് അറിയാം? നല്ല ഫ്രഷ് ഓക്സിജൻ കിട്ടാൻ വേണ്ടിയാണ്. ഒരു ദിവസം മുഴുവനും കാട്ടിലൂടെ ഞാനും സണ്ണിയും കൂടി വെറുതെ സഞ്ചരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ കാറിൻ്റെ ഡോറ് തുറന്നിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ട്രീറ്റ്മെൻറ്റാണ് ശരിക്കും പറഞ്ഞാൽ. അത് നമ്മൾ ദൈവം തന്ന ഏറ്റവും വലിയ നിധിയാണ് ഈ പ്രാണവായു എന്ന്. പ്രാണവായുവിൻ്റെ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ പരിസരങ്ങൾക്ക് ചുറ്റും നമ്മൾ ജനിപ്പിക്കണം. ഇതുപോലെ ഓക്സിജൻ കൊടുക്കുന്ന പേരാല് അത് മരിക്കാൻ പോയിട്ട് അതിനെ രാത്രി പൊക്കിയെടുത്ത് ചീഞ്ഞ ഭാഗം വെട്ടിയിട്ട്
പിന്നെ സംരക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അത് ഓക്സിജൻ കൊടുക്കുന്നതാണ്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ പരിസരങ്ങളും എല്ലാവർക്കും സൗഹൃദമായിട്ട് വളർന്നു വരുന്നതിന് വേണ്ടി നമ്മളെടുക്കുന്ന നിലപാടുകളും സുവിശേഷത്തിൻ്റെ ഒരു സാക്ഷീകരണത്തിൻ്റെ ഭാഗമാണ് എല്ലാം. ഇപ്പോൾ ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്നത്. അതെല്ലാം ഉടമ്പടിയുടെ പരിധി വരുന്നതാണ്. അവൻ പറയണത് പോലെ ചെയ്യുക, പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ദീനാനുകമ്പയോടുകൂടി മനുഷ്യനോട് പെരുമാറുമ്പോൾ തന്നെ സർവ്വജീവജാലങ്ങളോടും പ്രകൃതിയോടും ശുദ്ധമായ വെള്ളവും ശുദ്ധമായ വായു ഇവിടെ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി ദൈവമേ, അവൻ പറയണത് പോലെ ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. പ്രകൃതിയും പരിസരവും രോഗാതുരമാകുമ്പോൾ മനുഷ്യരാശിക്ക് വേണ്ടി ദൈവത്തിന്റെ സൃഷ്ടിയെ സംരക്ഷിക്കാനുള്ള വിശേഷവിഹിതമായ പ്രതിബദ്ധതയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോഴേ നമ്മളെ രണ്ടാമത്തെ വിഷയം കോമ്പറ്റൻസിയുടെ വിഷയമാണ്. അതായത് ഉടമ്പടിക്ക് യോഗ്യമായ ഉടമ്പടി പങ്കാളി എന്ന് പറയുന്നത്, ഒന്ന് അനുദപിക്കുക, വിശ്വസിക്കുക. രണ്ടാമത്തേത് എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുക. അതെന്താണ്? ദിനാനുകമ്പയും അതുപോലെ തന്നെ മനുഷ്യനോടുള്ള പ്രകൃതിയോടുള്ള പ്രതിബദ്ധതയുമാണ്. അത് ദൈവികമായ ഒരു ഉത്തരവാദിത്വമായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരും ഉടമ്പടി കാലങ്ങളിൽ. ഇനി മൂന്നാമതൊരു കാര്യമുണ്ട്. എന്താണ്? ലോകം മുഴുവനും പോവുക, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. അപ്പോൾ ഇതെല്ലാം മനസ്സിലായില്ലേ? അതാണ് നമ്മൾ 28 പത്രം കൃപാസനത്തിനുള്ള വിവിധ ഭാഷകളിൽ. ഇനിയും നിങ്ങൾ പ്രാർത്ഥിക്കണം. കൃപാസനത്തിന് എല്ലാ തരത്തിലുള്ള ഭാഷകൾ. പപ്പുവ ഗിനിയിലെ കുറച്ച് ആൾക്കാരോട് താമസിക്കുന്നുണ്ട്. ഞാൻ ചില സമയത്ത് ഓർക്കും, അവിടെ നിന്ന് ആരെങ്കിലും വന്നിരുന്നെങ്കിൽ അവിടെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, എങ്കിലും അവർക്ക് വേണ്ടി ഒരു പത്രം ഇറക്കാമെന്ന്. അതെന്താ കാര്യം? കർത്താവിനെ അറിയാത്തവരെ അറിയിക്കണം. നിങ്ങളിപ്പോൾ കൃപാസന മാതാവിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ മാതാവിനെ ഒരു കൊമേഴ്സ്യൽ ഐക്കനായിട്ടല്ല പ്രൊമോട്ട് ചെയ്യേണ്ടത്, മറിച്ച് ക്രിസ്തുവിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു പാലമായിട്ട് വേണം നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ. മനസ്സിലായില്ലേ? ഞങ്ങളൊക്കെ അങ്ങനെ പ്രൊമോട്ട് ചെയ്യണത്. എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ തിരുവൽത്താരയിൽ പരിശുദ്ധ അമ്മയുടെ സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിന് ഈശോയ്ക്ക് നന്ദി പറയുന്നു. ഇത് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 1/5/2019 8 പ്രാവശ്യം പുതുക്കി. എൻ്റെ പേര് ജിൻസമ്മ ബെന്നി, കാഞ്ഞിരപ്പള്ളി രൂപതയിലെ കുഴുത്തുള്ളി ഇടവകയിൽ നിന്ന് വരുന്നു. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം സത്യത്തിൽ എനിക്ക് ഏറ്റവും കൂടുതലായിട്ടും അനുഭവം ഉണ്ടായത് ആത്മീയ ജീവിതത്തിലാണ്. പരിശുദ്ധ കുർബാനയിലെ ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാനും ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കുവാനും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ കണ്ണു നിറഞ്ഞ ഈശോയെ സ്നേഹിക്കുവാനുള്ള കൃപയാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. അതുതന്നെയാണ് എനിക്ക് ഈ ലോകത്തോട് വിളിച്ചു പറയുവാനുള്ള സാക്ഷ്യവും. നേരത്തെയൊക്കെ ആണെങ്കിൽ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ പോകുമെങ്കിലും ഒരു ചടങ്ങെന്നതുപോലെയായിരുന്നു പരിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഉടമ്പടി എടുത്ത് പരിശുദ്ധ അമ്മ ഈശോയെ നമുക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് തന്നതിൻ്റെ ആ അനുഭവം കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ, ഈശോ വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുമ്പോൾ, ഈശോ ദിവ്യകാരുണ്യത്തിൽ ജീവനോടെ നമ്മുടെ ഉള്ളിലേക്ക് അവതരിച്ചിറങ്ങി വരുമ്പോൾ ആ സ്നേഹം എത്ര വലുതാണെന്ന് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നതും
ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണെന്ന് ഞാൻ ഈ ലോകത്തോട് തന്നെ പ്രഖ്യാപിക്കുന്നു. എനിക്ക് ഈ കഴിഞ്ഞ പുതുക്കലിന് ശേഷം ജനുവരി 25-ാം തീയതി ഞങ്ങൾക്കും ഏലക്കൃഷിയാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ പറമ്പിൽ പണിതുകൊണ്ടിരുന്നപ്പോൾ കൂടുതൽ സമയങ്ങളും പറമ്പിൽ പണിതുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ കൃപാസനത്തിലെ ആരാധനയും സാക്ഷ്യവും അതുപോലെ ഡാനിയലച്ചൻ്റെ വചനപ്രഘോഷങ്ങളും ഒക്കെ കൂടിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഫോണിൽ ഞാൻ കൂടിക്കൊണ്ടിരുന്ന ആരാധന പെട്ടെന്ന് മാറിപ്പോയി. അപ്പോൾ യൂട്യൂബിൽ ഇതിങ്ങനെ തേടിക്കൊണ്ടിരുന്നപ്പോഴത്തേനും ഞാൻ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഒരു വലിയ കല്ലിൻ്റെ താഴ്വശത്ത് നിന്നാണ് ഞാൻ പണിയുന്നത്. അപ്പോൾ അതായത് കല്ല് എൻ്റെ തലയ്ക്കൊപ്പത്തിലാണ് നിൽക്കുന്നത്. അതിൻ്റെ താഴെ നിന്നിങ്ങനെ പണിതുകൊണ്ടിരുന്ന സമയത്ത് വേറൊരു കമ്പ് ഈ കല്ലിൻ്റെ മണ്ടയിലേക്ക് ചാഞ്ഞിരുന്നു. ഒത്തിരി കാടൊക്കെ കയറി നിന്ന സമയം, മഴക്കാലം കഴിഞ്ഞിട്ട് കാടുകൾ അതിഭയങ്കരമായിട്ട് വളർന്നു നിൽക്കുന്ന സമയമായിരുന്നു. അതെല്ലാം ഉണങ്ങി തുടങ്ങിയിരുന്നു. അതെല്ലാം വൃത്തിയാക്കലായിരുന്നു പണിയെ. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കമ്പ് ഞാൻ ഒടിച്ച് കളഞ്ഞപ്പോഴത്തേനും ഒരു ഭയങ്കരമായ ശബ്ദം, ഇങ്ങനെ കരികളെല്ലാം കൂടെ അനങ്ങുന്നു, എന്തോ നടന്നു പോകുന്ന പോലെ. ഞാൻ അന്നേരം ഇങ്ങനെ ഈ കല്ലിൻ്റെ താഴെ നിന്ന് ഞാൻ തന്നെ മാതാവേ വല്ല പന്നിയും പോവുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ചുമ്മാ തല ഉയർത്തി നോക്കി. ഒന്നും ഞാൻ കണ്ടില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. വീണ്ടും ഈ ആരാധന മാറിപ്പോയത് വെക്കുന്നതിൻ്റെ ശ്രദ്ധയിലായിരുന്നു എനിക്ക്. അത് ഈ ഒച്ച ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. അതിങ്ങനെ ശകല നേരം കഴിഞ്ഞപ്പോഴത്തേനും ഭൂ എന്നിങ്ങനെ വലിയതായിട്ടിങ്ങനെ ചീറ്റുന്ന ഒരു ശബ്ദം കേട്ടു. ഇതെന്നതാ ഈ ശബ്ദം കേൾക്കുന്നതെന്നും പറഞ്ഞ് വീണ്ടും ഞാൻ അകലയിലേക്കാണ് നോക്കുന്നത്, അടുത്തോട്ട് നോക്കുന്നില്ല. ഈ ആരാധന ഞാൻ വെച്ച് അതിന് ശേഷം ഞാൻ പണിയാൻ വേണ്ടി ഇങ്ങനെ മുന്നിലേക്ക് ഇങ്ങനെ ആഞ്ഞു നോക്കുമ്പം ഒരു മൂർഖൻ പാമ്പ് എൻ്റെ നേരെ വന്നിങ്ങനെ പത്തി വിടർത്തി നിന്നുകൊണ്ട് ചീറ്റിയ ശബ്ദമായിരുന്നു ആ കേട്ടത്. അത് ഞാൻ നോക്കുന്ന സമയത്ത് ഇത് ഞാൻ അനങ്ങാതെ നിന്നതുകൊണ്ട്, എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ മൂർഖൻ പാമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ അനങ്ങുമ്പോഴാണ് അത് പ്രതികരിക്കുന്നത്. അപ്പം ഞാൻ അനങ്ങാതെ നിന്ന് ഈ ഫോണിൽ നോക്കി ഈ ആരാധനയ്ക്ക് നോക്കി വെച്ചതുകൊണ്ടിരുന്നതുകൊണ്ട് മാത്രമാണ്, അതും പരിശുദ്ധ അമ്മയുടെ ആരാധന കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പാമ്പ് ഞാൻ അനങ്ങാതിരുന്നത് കൊണ്ട് അത് പതിയെ പത്തി വിരിച്ച് താഴ്ന്നു പോകുന്നതാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെയും ഇത്രയും വലിയൊരു പാമ്പിനെ കണ്ടിട്ടില്ല. ആ പാമ്പിൻ്റെ അഥവാ അത് കൊത്താനായിട്ടാഞ്ഞെങ്കിൽ എൻ്റെ മുഖത്തിന് മുകളിലേക്കുള്ള ഭാഗത്തെ അതിൻ്റെ കടി കൊള്ളത്തുള്ളൂ. അത്രയും വലിയ ഒരു അപകടത്തിൽ നിന്നും ഈ പരിശുദ്ധ അമ്മയുടെ ഈ വലിയ സംരക്ഷണമാണ്, പരിശുദ്ധ കുർബാനയുടെ സംരക്ഷണമാണ് എനിക്ക് ലഭിച്ചതെന്ന് ഞാൻ ഉറക്കെ വിശ്വസിക്കുന്നു. അതുകൂടാതെ ഞങ്ങൾക്ക് ഒരു 10-20 വർഷം മുമ്പ് നമ്മുടെ പറമ്പിൽ വെള്ളമില്ലാതിരുന്ന സമയത്ത് വേറൊരു പറമ്പിൽ നമ്മൾ ഒരു 3 സെൻറ്റ് സ്ഥലം ഞങ്ങളും വേറെ ആ പറമ്പിൻ്റെ ഉടമസ്ഥനും വേറൊരാളും കൂടി ഒരു വലിയൊരു കുളം കുത്തി ഇഷ്ടം പോലെ വെള്ളം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ 3 പേരുടെയും കൃഷിയിടങ്ങൾ നനയ്ക്കാനും മാത്രം വെള്ളം കിട്ടിക്കൊണ്ടിരുന്നൊരു സ്ഥലമായിരുന്നു. അപ്പം നമുക്ക് ആ സ്ഥലം എഴുതി തന്നയാൾ 20-22 വർഷം മുമ്പ് ഈ സംഭവം നടന്ന കാരണം അത് എഗ്രിമെൻ്റ് എഴുതിയെങ്കിലും രജിസ്റ്റർ ചെയ്തിരുന്നില്ല. അപ്പം നമുക്ക് ഈ സ്ഥലം തന്ന ആ ചേട്ടൻ മരിച്ചുപോയി. ആ ചേട്ടൻ ആ സ്ഥലം അവരുടെ മകൾക്ക് സ്ത്രീധനമായിട്ട് അങ്ങോട്ട് കൊടുത്തിരുന്നു. ആ മകളും മരിച്ചുപോയതിന് ശേഷം ആ മകളുടെ മകന് ഞങ്ങൾക്ക് ഈ വെള്ളം തരാൻ വേണ്ടി ബുദ്ധിമുട്ടായി. ഒരു കാരണവശാലും ഞങ്ങൾക്ക് തരത്തില്ല, അത് അവരുടെ സ്വന്തമായിട്ട് വേണം, ഇതിനകത്ത് യാതൊരു എഗ്രിമെൻറ്റും ഇല്ലാത്തതുകൊണ്ട് തരത്തില്ല എന്നെല്ലാം പറഞ്ഞ് വാദമായി. അവർ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. ഞങ്ങളുടെ ഭാഗത്ത് എഗ്രിമെൻറ്റ് രജിസ്റ്റർ ചെയ്യാത്തത് കാരണം ഞങ്ങൾക്ക് ആ വെള്ളം കിട്ടത്തില്ലെന്നുള്ള അവസ്ഥയിലായി. ഞങ്ങൾ വഴക്കിനൊന്നും പോയില്ല. അപ്പോൾ നമുക്ക് കിട്ടിയ വചനം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളുമെന്നായിരുന്നു. ആ വചനത്തിൽ വിശ്വസിച്ച് ഞങ്ങൾ ഒന്നും ചെയ്യാൻ പോയില്ല. അപ്പോൾ ഞങ്ങളുടെ സ്ഥലം ഒറ്റി കൊടുത്തിരിക്കുകയാണ്, 1 ഏക്കർ സ്ഥലം. ഒറ്റി എടുത്തേക്കുന്ന ആൾക്ക് ഈ വേനൽക്കാലം ആകുമ്പോൾ വെള്ളം നനയ്ക്കാൻ വേണ്ടിയതിനാൽ എന്നാൽ നമുക്കൊരു കുഴൽക്കിണർ കുത്തിയേക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ അതിന് വേണ്ടിയൊക്കെ സ്ഥാനം കണ്ടു. അപ്പോൾ ഇതിന് മുമ്പ് 5-6 വർഷം മുമ്പ് ഞങ്ങൾ ഈ പഴയ കുളത്തിലെ വെള്ളം നനയ്ക്കുന്ന സമയത്ത് വേനൽക്കാലം ആകുമ്പം നമ്മുടെ സമീപത്തുള്ള 5-6 വീട്ടുകാർക്ക് വെള്ളമില്ലാതെ അവർക്ക് നമ്മൾ ഈ കൃഷിയിടം നനയ്ക്കുന്ന സമയത്ത് വെള്ളം കൊടുക്കേണ്ടതായ അവസ്ഥയായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ പുതിയ ഇലക്ഷൻ വന്നു. ഈ 6 വർഷം മുമ്പത്തെ ആ മെമ്പർ തിരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് ഇലക്ഷന് കഴിഞ്ഞപ്പോൾ മെമ്പർ നന്ദി പറയാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ ഇവിടെ എവിടെയെങ്കിലും വെള്ളം കിട്ടുമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈ പറമ്പിൽ വെള്ളം കിട്ടുമെങ്കിൽ പഞ്ചായത്തിന് ഞങ്ങൾ 1 ഏക്കർ സ്ഥലം 1 സെൻറ്റ് സ്ഥലം തരാം, അതിൽ വല്ല കുഴൽക്കിണറും അടിച്ച് ഈ പ്രദേശത്തുള്ള ആൾക്കാർക്കെല്ലാം വെള്ളമാകുമല്ലോ എന്ന് പറഞ്ഞു. മെമ്പർ ഇത് സന്തോഷത്തോടെ സ്വീകരിച്ചു. പഞ്ചായത്തിൻ്റെ ചെലവിൽ അവരെ കുഴൽക്കിണർ അടിച്ചു. ഞങ്ങൾ 1 സെൻറ്റ് സ്ഥലം ഈ പഞ്ചായത്തിലേക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുത്തു.
ഇപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ കുളത്തിലെ വെള്ളം നമുക്ക് കിട്ടാതായി വന്നു. നമ്മുടെ പറമ്പിൽ നനയ്ക്കാൻ വേണ്ടി വെള്ളത്തിൻ്റെ ആവശ്യത്തിന് കുഴൽക്കിണറിന് സ്ഥാനം കണ്ട അന്ന് വൈകുന്നേരം നമ്മുടെ പറമ്പിൽ നിന്നും ഈ വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ 10-15 വീട്ടുകാർ കൂടി നമുക്കെതിരെ നമ്മളെക്കൊണ്ട് നമ്മുടെ പറമ്പിൽ കുഴലണിപ്പിക്കത്തില്ല എന്നുള്ളൊരു തീരുമാനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് അവർ നമുക്കെതിരെ സംസാരിക്കാനും പഞ്ചായത്തിൽ പരാതി കൊടുക്കാനും എന്ത് ത്യാഗം സഹിച്ചും സമരം ചെയ്താണെങ്കിലും നമ്മളെ അതിനുവേണ്ടി സമ്മതിക്കത്തില്ല എന്നൊക്കെയുള്ളൊരു തീരുമാനത്തിലേക്ക് അവരെത്തി. നമ്മൾ പ്രത്യാശ കൈവിട്ടില്ല. ഈ കുഴൽക്കിണർ സ്ഥാനം കണ്ട ആ സ്ഥാനം വെച്ചപ്പോൾ തന്നെ ഞങ്ങൾ പരിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് പോയത്. പള്ളിയിൽ പോയിട്ട് ഞാൻ പോയപ്പോൾ തന്നെ ഞാൻ ഉടമ്പടി ഉപ്പെടുത്തോണ്ടായിരുന്നു പോയേ. ഈ കുഴൽക്കിണറിനുള്ള കുറ്റി വയ്ക്കാൻ നേരവും ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ഞാനും എൻ്റെ ഹസ്ബൻഡും മക്കളും കൂടി ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് കുറ്റി തറച്ചത്. അപ്പം നമ്മൾ എന്തെങ്കിലും പ്രത്യാശയോടെ ചെയ്യുമ്പോഴോ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് മടുക്കരുത് എന്ന് അമ്മ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഈ കാര്യങ്ങളൊക്കെ വന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇത് ഞങ്ങൾ ഈ കുഴൽ അടിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോഴത്തേനും പലരും പല വിധത്തിലുള്ള പ്രചരണങ്ങളൊക്കെ ആയിട്ട് വന്നു. പഞ്ചായത്തിൽ നിന്നും ഒരു കാരണവശാലും കുഴലടിക്കാൻ സമ്മതിക്കത്തില്ല, 100 അടി അകലത്തിൽ പോലും പഞ്ചായത്തിൽ നിന്ന് സമ്മതിക്കത്തില്ല, നമ്മുടെ വണ്ടി പിടിച്ചുകൊണ്ട് പോകും, അങ്ങനെയൊക്കെ പറഞ്ഞ് പലരും പല വിധത്തിലും നമ്മളെ മാനസികമായിട്ടും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നു. എന്തായാലും നമ്മളുടെ പ്രാർത്ഥന മാതാവിൻ്റെ സന്നിധിയിൽ അർപ്പിച്ചുകൊണ്ടിരുന്നു, ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുഴൽക്കിണറിന് വണ്ടി വന്നു, കുഴലടിച്ചു. ഈ എതിർക്കും എന്ന് പറഞ്ഞ് വന്നിരുന്ന ഒരു മനുഷ്യൻ പോലും നമ്മുടെ ആ കോമ്പൗണ്ടിൽ പോലും വരാൻ വേണ്ടി മാതാവ് അനുവദിച്ചില്ല. നമ്മൾ 440 അടിയാണ് സ്ഥാനം പറഞ്ഞത്. 440 അടി ആയപ്പോഴത്തേനും വെള്ളം കണ്ടതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആ പ്രദേശത്ത് അത്രയും വെള്ളമുള്ള ഒരു കുഴൽക്കിണറും വന്നിട്ടില്ല. അപ്പം നമുക്ക് ഈ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ നമുക്ക് കൂടുതൽ പ്രാർത്ഥിക്കുവാനും ഈശോയുടെ മഹത്വം കൂടുതൽ വെളിപ്പെടുവാനുമായിട്ട് അതിടയാക്കി. 520 അടി ആ കുഴൽക്കിണർ താഴ്ക്കാനേ പറ്റത്തുള്ളായിരുന്നു. ഇഷ്ടം പോലെ വെള്ളം 24 മണിക്കൂർ നമ്മൾ കണ്ടിന്യൂസ് വെള്ളം അടിച്ചാലും തീരത്തില്ലാത്ത വിധത്തിലുള്ള നല്ല ഫലസമൃദ്ധിയായിട്ട് നിറച്ചും അമ്മ മാതാവ് ഈശോയിലൂടെ ഞങ്ങൾക്ക് ആ വെള്ളം സാധിച്ചു തന്നു. പിന്നെ നമ്മൾ ആ പഞ്ചായത്തിൻ്റെ ഇപ്പം വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്തിൻ്റെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്ന അവർക്കും യാതൊരു കുറവുമില്ലാതെ ആ കുഴൽക്കിണറ്റിൽ നിന്ന് ഈ 15 വീട്ടുകാർ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെയുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 15 വർഷമായിട്ടൊരു സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കാരണവശാലും അവിടെ ഒരാദായവും ഉണ്ടാകുന്നില്ല. പണിത് മടുക്കുന്നു. എല്ലാ വർഷവും ഞങ്ങൾക്ക് കടബാധ്യത കൂടുന്നതല്ലാതെ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. അങ്ങനെ ഇരുന്ന സമയത്ത് പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് 2019 ഞാൻ ഉടമ്പടി എടുത്തെങ്കിലും കോവിഡും മറ്റ് പലവിധ കാരണങ്ങളും കൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല. ഏറ്റവും മെയിനായിട്ടും സാമ്പത്തിക പ്രശ്നം തന്നെയായിരുന്നു. ഇവിടെ വരാൻ വേണ്ടിയുള്ള ബുദ്ധിമുട്ടുകൾ തന്നെയായിരുന്നു എനിക്ക് പുതുക്കാൻ പറ്റാതെ പോയത്. 2023 ഞാൻ വീണ്ടും വന്ന് പുതുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എല്ലാ ദിവസവും ഞങ്ങൾ പറമ്പിൽ ചെല്ലുമ്പോഴും ഈ പറമ്പിൽ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിക്കും. അതിൻ്റെ കൂടെ ഞങ്ങൾ മരുന്നടിച്ചാലും വെള്ളമടിച്ചാലും വളം ചെയ്താലും എല്ലാം അതിനകത്ത് നമ്മൾ ഈ ഉപ്പ് കലക്കി പ്രാർത്ഥിച്ചായിരുന്നു. സങ്കീർത്തനം 65 അത് ചൊല്ലിക്കൊണ്ടായിരുന്നു ഞങ്ങൾ ഈ കൃഷിയിടങ്ങളിൽ പണി ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ കൂടാതെ ഞാനിവിടെ നിന്ന് മാതാവിൻ്റെ ഒരു ചെറിയൊരു രൂപം, കാശുരൂപമല്ല, രൂപം വാങ്ങിക്കൊണ്ടുപോയി ഞങ്ങളുടെ ഈ സ്ഥലത്ത് ഞാനത് പ്രതിഷ്ഠിച്ചു. അങ്ങനെ പറഞ്ഞ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇനിയും ഞങ്ങളെ കഷ്ടപ്പെടുത്തില്ലേ, ഞങ്ങൾ മടുത്തു, കുഞ്ഞുങ്ങൾ 3 പേരുണ്ട്, അവരെ പഠിപ്പിക്കണം, എല്ലാ കാര്യങ്ങളും ഓരോ ദിവസവും ബാധ്യത കൂടിക്കൊണ്ടിരിക്കുക. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ കഴിഞ്ഞ ഒരു വർഷം മുതൽ ഞങ്ങളുടെ ഏലം കണ്ടാൽ ഏലമാണെന്ന് തോന്നും. അതുപോലെ അതിൻ്റെ ചുവട്ടിൽ നന്നായിട്ട് വിളവുകൾ തരാനും ഞങ്ങളുടെ കടബാധ്യതകളിൽ നിന്ന് ഞങ്ങൾ കടം വാങ്ങിക്കാതെ കൃഷി ഇറക്കാനും അത്യാവശ്യം കുറച്ച് കടങ്ങൾ മാറ്റാനും ഒക്കെ ആയിട്ട് അമ്മ മാതാവിൻ്റെ ഈ ഉടമ്പടി ഉപ്പ് വഴി ഞങ്ങൾക്ക് സാധിച്ചു പോകുന്നു. പിന്നെ എൻ്റെ കാരുണ്യപ്രവർത്തികളെന്ന് പറഞ്ഞാലും പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാലും ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് കരിസ്മാറ്റിക്കിൻ്റെ കപ്പിൾ സെല്ലിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും ചേരുകയും ഞങ്ങളതിൻ്റെ സബ് സോണിൽ സർവീസ് ടീം മെമ്പേഴ്സായി ഞങ്ങളെ ഈശോ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അതുവഴി കുടുംബങ്ങളിൽ കൂടി ചെന്ന് ഭാര്യാഭർത്താക്കന്മാരെ കണ്ട് അവർ ഈശോയെ കൂടുതൽ അറിയിക്കുവാനും ഈശോയെ അറിയാതെ കഴിയുന്നവരെ അറിയിക്കാനായിട്ട്
വചനം പ്രഘോഷിക്കുവാനും വചനം പങ്കുവെച്ചു കൊടുക്കാൻ, അവരുടെ വേദനകളും സങ്കടങ്ങളും ഒക്കെ മനസ്സിലാക്കി അതിന് അവർക്ക് ഉത്തരമായിട്ട് ഈശോ നൽകുന്ന വചനം പങ്കുവെച്ചു കൊടുക്കാനായിട്ട് ഞങ്ങൾ സാധിക്കുന്നുണ്ട്. ഈ കപ്പിൾസലിൽ ഹസ്ബൻഡ് വരുന്ന സ്ഥലത്ത് സാധാരണ ഭാര്യമാർ പള്ളിയിൽ പോകാനോ പ്രാർത്ഥിക്കാനോ ഒക്കെ വിസമ്മതരായിരിക്കും. നേരെ തിരിച്ചും അങ്ങനെയുള്ളവരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കന്മാർ ഒരുമിച്ച് കൈപിടിച്ച് പ്രാർത്ഥിക്കുന്നിടത്ത് കുഞ്ഞുങ്ങൾ അത് കണ്ട് വളരുമ്പോൾ അവരും ഈശോയെ കൂടുതൽ മനസ്സിലാക്കുവാനും ഈശോയുടെ സ്നേഹത്തിലേക്ക് കടന്നു വരുവാനും ഒക്കെ സാധിക്കും. അത് ഞങ്ങളുടെ കുടുംബം ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ മാതൃക തന്നെയാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങളുടെ 3 കുഞ്ഞുങ്ങളും ഒരിക്കലും പരിശുദ്ധ കുർബാന മുടക്കാറില്ല. കുഞ്ഞുങ്ങൾ 8 ദിവസം കൂടുമ്പോൾ കൃത്യമായിട്ടും കുമ്പസാരിച്ചിരിക്കും. ഞങ്ങളും അതുപോലെ തന്നെ 8-10 ദിവസത്തിനപ്പുറം പോകാതെ കുമ്പസാരം എന്ന കൂദാശ സ്വീകരിച്ച് കൂടുതൽ വിശുദ്ധീകരണത്തിൽ ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. അത് ഈ ഉടമ്പടിയിലൂടെയാണ്. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ മാതാവേ, ഞാൻ മാത്രം ഇതിലേക്ക് വന്നതിൽ കാര്യമില്ല. എൻ്റെ ചേട്ടായിയും കുഞ്ഞുങ്ങളും നിന്നെയും ഈശോയെയും കൂടുതൽ അറിഞ്ഞ് നിങ്ങൾ ഈശോയുടെ വലിയ സാക്ഷികളാക്കി ഞങ്ങളെ ഉയർത്തണേ എന്നുള്ളതായിരുന്നു എൻ്റെ പ്രാർത്ഥന. അത് അങ്ങനെ ഞങ്ങൾക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട്. അതിന് ഈശോയ്ക്ക് ഒത്തിരിയേറെ നന്ദി പറയുന്നു. കൂടാതെ വിശുദ്ധ കുർബാനയിൽ മധ്യത്തിൽ വരുന്ന വചനവായനയിലൊക്കെ എങ്ങനെയെങ്കിലും 1 മാസം 1 പ്രാവശ്യമെങ്കിലും വായിക്കുവാൻ വേണ്ടിയുള്ളൊരവസരം അമ്മ എനിക്കൊരുക്കി തരാനുണ്ട്. ഞാൻ പള്ളിയിൽ ചെല്ലുമ്പോൾ അമ്മയെ നോക്കി ചിരിച്ച് കാണിക്കും. അമ്മ ചിരിക്കും. എന്നിട്ട് പിന്നെ അഥവാ ഇനി നമ്മൾ പെട്ടെന്ന് സമയം പോയിട്ടാണെങ്കിൽ പെട്ടെന്ന് കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ അയ്യോ മാതാവിനെ നോക്കിയില്ലല്ലോ, ഇന്നെങ്ങനെയാണ് നിൽക്കുന്നതെന്ന് ഓർത്ത് നോക്കുമ്പോൾ മാതാവിൻ്റെ മുഖം സങ്കടപ്പെട്ടായിരിക്കും ഇരിക്കുന്നത്. അമ്മേ ഞാൻ വന്നു കേട്ടോ, സോറി നേരം പോയതുകൊണ്ടാണേ നോക്കാഞ്ഞെന്ന് പറയുമ്പോൾ അമ്മ ചിരിച്ച് കാണിക്കും. അങ്ങനെ ഒരു അനുഭവത്തിലൂടെ അമ്മ എന്നെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ നമുക്ക് കാരുണ്യപ്രവൃത്തികൾ പ്രേക്ഷിത പ്രവർത്തനത്തിൽ നമ്മുടെ കൃപാസനത്തിലെ പത്രം അത് കൊടുക്കാൻ വേണ്ടി ഞാൻ ഒത്തിരി തിരക്ക് കൂട്ടാറില്ല. ഞാൻ ആ പത്രം വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കും. അമ്മേ മാതാവേ, ഇത് ഏത് ഏരിയയിലാണ് കൊടുക്കേണ്ടതെന്ന് ഞാൻ നോക്കും. അങ്ങനെ ഈ മാതാവിനെക്കുറിച്ച് അറിയത്തില്ലാത്തവരും കണ്ടിട്ടില്ലാത്തവരും ഒക്കെ പള്ളിയിലൊക്കെ കൊണ്ടുവന്നാൽ പലരും അവിടെ മിക്കവാറും പേർക്ക് ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് ഒത്തിരി പേര് ഉടമ്പടി എടുത്തിട്ടുള്ളത് കാരണം പത്രം അങ്ങനെ കിട്ടാറുണ്ട്. അങ്ങനെ ഇല്ലാത്ത സ്ഥലങ്ങളെ നോക്കി ഈശോയെ കൂടുതൽ മനസ്സിലാക്കുവാനും അറിയാത്തവർക്ക് പകർന്നു കൊടുക്കുവാനും വേണ്ടി ഈ കൃപാസനം പത്രം ഞാൻ ഉപയോഗിക്കാറുണ്ട്. തമിഴ് പത്രം വാങ്ങിച്ചിട്ടാണെങ്കിൽ തമിഴ് അറിയാവുന്ന രീതിയിലൊക്കെ പറഞ്ഞു കൊടുത്ത് അവർക്ക് കൊടുത്ത് അവരെയും ഈ മാതാവിനെക്കുറിച്ചും ഈശോയെക്കുറിച്ചും പങ്കുവെച്ചു വേണ്ടി സാധിക്കുന്നു. കൂടാതെ കാരുണ്യപ്രവൃത്തികളിൽ എനിക്ക് നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ എല്ലാ ആഴ്ചകളിലും ഒരു 5-6 പേർക്കെങ്കിലും ഭക്ഷണം കൊടുക്കാനായിട്ടുള്ള ഒരു അവസരം അമ്മ മാതാവ് ഒരുക്കി തരാറുണ്ട്. ഞായറാഴ്ച ഒരു ദിവസമുണ്ടെങ്കിൽ രോഗി സന്ദർശനമായിട്ടും ദിവ്യകാരുണ്യ സന്നിധിയുള്ള പ്രാർത്ഥനയായിട്ടും മറ്റുള്ളവരുടെ വീടുകളിൽ ഭവന സന്ദർശനം നടത്തിയുമൊക്കെ ആയിട്ട് ഞാനും എൻ്റെ കുടുംബവും മുമ്പോട്ട് പോകുന്നു. കുഞ്ഞുങ്ങൾ 3 പേരും പഠിക്കുകയാണ്. അവരുടെ പഠനത്തിനിടയിലും അവരും പ്രാർത്ഥനയിലും ആരാധനയിലുമൊക്കെ വളരുവാൻ വേണ്ടി അവരും പരമാവധി ശ്രമിക്കുന്നുണ്ട്. കാരുണ്യപ്രവൃത്തികളും ഇത് പൊതുവായിട്ട് മെയിനായിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. നമ്മുടെ പറമ്പിൽ 1 സെൻറ്റ് സ്ഥലമാണ് നമ്മൾ പഞ്ചായത്തിന് രജിസ്റ്റർ ചെയ്ത് കൊടുത്തത്. അങ്ങനെ വെള്ളമില്ലാതിരുന്ന ആൾക്കാർക്കെല്ലാം 10-15 കുടുംബങ്ങൾ സന്തോഷമായിട്ട് വെള്ളമൊക്കെ എടുത്തു പോകുന്നു. ഇങ്ങനെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ, പറഞ്ഞാൽ തീരാത്ത ചെറുതും വലുതുമായ അനേകം അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് ഉടമ്പടിയിലൂടെ ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങി തന്നുകൊണ്ടിരിക്കുന്നു. അമ്മയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ സാക്ഷ്യം ഞാനിവിടെ സമർപ്പിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. എന്നെ ഈ അൽത്താറയിൽ കയറ്റിയ അമ്മ മാതാവുക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഞാൻ 3/3/2023 ഉടമ്പടി എടുത്തതാണ്. എന്നെ ഈ ആദ്യമായിട്ട് ഇവിടെ കൊണ്ടുവന്നത് ഞങ്ങളുടെ ഇടവക പള്ളിയിലുള്ള ഒരു അമ്മാമ്മയാണ്. എൻ്റെ പേര് മേരി സനുജ. ഞാൻ കൊല്ലം ജില്ല ഇടവക പള്ളിയിലിരുന്ന് വരുന്നതാണ്, തഴവ ഇടവക പള്ളിയിൽ. ഞാൻ ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ 30 വർഷമായിട്ട് എനിക്ക് അലർജി രോഗം ഉണ്ടായിരുന്നു. ഒരുപാട് മരുന്നുകൾ എടുത്തും എനിക്ക് കുറവില്ലായിരുന്നു. ഞാൻ അലർജി രോഗത്തിനാൽ ഭയങ്കരമായിട്ട് ഞാൻ ബാധിക്കുകയായിരുന്നു. അതിൽ ഞാൻ കുഴിയെ എടുത്താലേ എനിക്ക് ഉറങ്ങാൻ പോലും പറ്റത്തുള്ളൂ. അത്രയ്ക്ക് എനിക്ക് ഭയങ്കര അലർജി രോഗമായിരുന്നു. പൊടിയുടെ അലർജിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു തുണിക്കട ഉണ്ടായിരുന്നു.
ആ കടയിൽ എനിക്ക് ഒരു തൂക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. എപ്പോഴും ഈ ശ്വാസമുട്ടലുള്ള ഗുളിക കഴിക്കുന്നതും എല്ലാം മട്ട് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞാൻ അച്ഛൻ്റെ യൂട്യൂബിൽ പ്രാർത്ഥന കൂടുമായിരുന്നു. അപ്പോൾ അച്ഛൻ പറയുന്നത് അലർജി രോഗമുള്ള ഒരു മകളെ സുഖപ്പെടുത്തുന്നതെന്ന് പറഞ്ഞ്, അപ്പം ഞാൻ അതിൽ എനിക്കാണ് പറഞ്ഞ് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ച്. അതേസമയം എനിക്ക് അന്ന് തൊട്ട് ഇന്ന് വരയ്ക്ക് 1.5 വർഷമായിട്ട് ഈ അലർജി രോഗത്തിൻ്റെ കുഴിയും എടുക്കത്തില്ലായിരുന്നു. അത് എനിക്ക് പരിപൂർണമായിട്ട് എനിക്ക് സുഖം കിട്ടി. പിന്നെ ഞങ്ങൾക്ക് ഒരു കിടപ്പാടം ഇല്ലായിരുന്നു. 9 വർഷമായിട്ട് വാടക വീട്ടിൽ 30 വർഷമായിട്ട് വാടക വീട്ടിൽ താമസിക്കുമായിരുന്നു. അപ്പോൾ 9 വീടുകൾ മാറിയിട്ടുണ്ട്. ഞങ്ങളുടെ മദ്യപാന ഒരു ഭർത്താവായിട്ട് എത്ര വീടുകളിൽ മാറിപ്പോയാലും അവിടെ ഇരുത്തത്തില്ലായിരുന്നു. അവിടെ എന്നും വഴക്കും ചണ്ടയുമായിട്ടിരുന്ന്. അന്ന് ഞാൻ അവിടെ ഇരുന്ന് ഞാൻ മാറിപ്പോയി 9ാമത്തെ വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അപ്പം ഞാനിവിടെ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ പോയി പറഞ്ഞ്, ഞാൻ ഉടമ്പടിയിൽ ഞാൻ വച്ചിരുന്നു, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു കിടപ്പാടം ഉണ്ടാവണം, എനിക്കൊരു ഭൂമി വാങ്ങിക്കാനുള്ള എനിക്ക് അമ്മ മാതാവ് എനിക്ക് തരണമെന്ന് ഞാൻ വച്ചിരുന്നു. അതേസമയം അത് ഇപ്പോഴാണ് എനിക്കത് ലഭിച്ച് കിട്ടിയത്. ഞാൻ ഒരു ദിവസം ഈ യൂട്യൂബിൽ പ്രാർത്ഥന കൂടിക്കൊണ്ടിരിക്കുന്ന സമയം രാവിലെ 5:30 മണിക്കുള്ള പ്രാർത്ഥനയിൽ ജോസഫ് അച്ഛൻ പറയുമായിരുന്നു, ഒത്തിരി നാളായിട്ട് ഉടമ്പടിയിൽ വെച്ച് ജീവിക്കുന്ന ഒരു മകളുടെ കാര്യം 7-ാം തീയതി അന്ന് നിറവേറ്റി കിട്ടുമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ 7-ാം തീയതി എൻ്റേതാണെന്ന് ഞാൻ വിശ്വസിച്ച്. അങ്ങനെ അന്ന് തന്നെ എനിക്ക് ആ 7-ാം തീയതി എനിക്കത് ലഭിച്ച് കിട്ടി. ആ ഭൂമി വാങ്ങിക്കാനായിട്ട് എനിക്ക് സഹായിച്ച്. ഇനി വീട് വയ്ക്കാനുള്ള കാശില്ല, എന്തായാലും അമ്മ ഈശോയും എനിക്ക് സഹായിക്കണം ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പുണ്ട്, 102 അംഗങ്ങളായിട്ടുള്ള ഒരു ഗ്രൂപ്പ്, കൃപാസന ഗ്രൂപ്പ്. ആ കൃപാസന ഗ്രൂപ്പിൽ ഞങ്ങൾ മാസം അതിൽ കാശിട്ട് ഓരോരോ പിരിവെടുത്ത് വയ്യാത്ത ആൾക്കാർക്കെല്ലാം കൊണ്ടു കൊടുക്കും. പിന്നെ ഒരു പരഗതിയും ഇല്ലാത്ത ആൾക്കാർക്ക് അരിയും സാധനങ്ങളും വാങ്ങിച്ചു കൊണ്ട് കൊടുക്കും. അനാദി മഠത്തുകൾ കൊണ്ട് തുണിയും, ഞങ്ങൾക്ക് ഒരു തുണിക്കട ഉള്ളത് കൊണ്ട് തുണികളും കൊണ്ടു കൊടുക്കും. പിന്നെ കടയിൽ വന്ന് ചോദിക്കുന്ന സമയം എന്നെക്കൊണ്ടാവുന്ന സഹായങ്ങളും തുണികളും എടുത്ത് കൊടുക്കുമായിരുന്നു. പിന്നെ ഞാനിവിടെ ഉടമ്പടി എടുത്ത് പോകുന്ന എന്നൊക്കെ ഉടമ്പടി എടുത്ത് പോകുന്നു അന്നെല്ലാം ഞാൻ ഗവൺമെൻറ് ആസ്പത്രിയിൽ കൊണ്ട് അവിടെ പോയി രോഗികളെ സന്ദർശിച്ച് അവിടെ പോയി എല്ലാവർക്കും തൈലം കൊണ്ട് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് അവർക്ക് പത്രം കൊടുക്കുമായിരുന്നു. അത് എന്നും അവർ അവിടെ പോയി ഇവിടെ ഉടമ്പടി എടുത്തിട്ട് പോകുന്ന ദിവസം എല്ലാം ഞാൻ പോയി അത് ചെയ്യുമായിരുന്നു. പിന്നെ അല്ലാതെ ഞാൻ യൂട്യൂബിൽ എന്നും ചൊവ്വാഴ്ച ഉപവാസം എടുത്ത് ഞാൻ പ്രാർത്ഥന കൂടും. അത് മുടക്കം വയ്ക്കത്തില്ല. രാവിലെയും വൈകിട്ടുമുള്ള പ്രാർത്ഥനയും കൂടും. പിന്നെ അല്ലാതെ ഒരുപാട് ചെറുതും വലുതുമായിട്ട് ഒരുപാട് നന്മകൾ അമ്മ മാതാവും ഈശോയും എനിക്ക് തന്നിട്ടുണ്ട്. രാവിലെ തന്നെ എനിക്ക് കടയിലെ കച്ചവടം ഇല്ല. ഞാൻ എന്നും പോകുമ്പോൾ ഞാൻ ഉപ്പും തൈലമും ഇട്ട് പ്രാർത്ഥിച്ചിട്ടേ പോകത്തുള്ളൂ. എനിക്ക് ഇന്നത്തെ കാര്യം എങ്ങനെയായിരുന്നാലും എനിക്ക് നടത്തി തരണം അമ്മയെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. സമയം എനിക്ക് തന്നെ അറിയത്തില്ല. അവിടെ പോയാൽ എനിക്ക് എല്ലാ കാര്യങ്ങളും അമ്മ നടത്തിത്തരും. അതിനെ കടയിലെ കച്ചവടം ഇല്ല. എങ്ങനെയാവത് ആ കാര്യങ്ങളെല്ലാം എങ്ങനെ നടക്കുന്നുണ്ട് എനിക്ക് തന്നെ അറിയത്തില്ല. ആ കാര്യങ്ങളെല്ലാം നടത്തി അമ്മമാത് ഇതുവരേക്കും എനിക്ക് സഹായിച്ചിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ആ കടയിലെ കച്ചവടം ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് കടങ്ങളും ഉണ്ട്. അതേസമയം എനിക്ക് ആ ചിട്ടികളും എല്ലാം കൊടുക്കണമെങ്കിൽ ഒരുപാട് പാടുപെടുന്നു. എന്നാൽ അതെല്ലാം ഞാൻ എങ്ങനെയായിരുന്നാലും മറിച്ചെടുത്ത് എങ്ങനെയായാലും അന്നന്ന ദിവസമുള്ള കാര്യങ്ങളെല്ലാം നടത്തി കൊടുക്കുന്നു. ഇപ്പം കട വിൽക്കാനായിട്ട് ഞാൻ ഇരിക്കുക, അത് നടക്കുന്നില്ല. എനിക്ക് അമ്മയും ഈശോയും നടത്തിത്തരാൻ ഞാൻ ഉറച്ച വിശ്വാസത്തിൽ ഇരിക്കുക. പിന്നെ ഒരുപാട് ഞാൻ രോഗികളെ സന്ദർശിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അനാദി മഠത്തുകളിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ പരിശുദ്ധ പ്രവർത്തനമായിട്ട് പത്രം വാങ്ങിച്ച് വീടുകളിലും കൊടുക്കും. പിന്നെ ഓട്ടോ സ്റ്റാൻഡുകളിലും ട്രെയിനിൽ പോകുമ്പോൾ തമിഴ്നാട്ടിൽ പോകുമ്പോൾ ട്രെയിനിൽ കൊടുക്കുമായിരുന്നു. അല്ലാതെ ബസ്സിൽ പോകുമ്പോൾ ബസ്സുകളിൽ കോളേജിൽ പിള്ളേരുകളുള്ളത് അവർക്ക് കൊടുത്ത്
ഞാൻ പറഞ്ഞ് മോളെ ഇത് പഠിച്ചോ, നിനക്ക് നല്ലത് വരുത്തും, നല്ല പഠിത്തം കിട്ടും, മോൾ ഇത് വിശ്വസിച്ച് പഠിച്ചോ എന്ന് ചൊല്ലിട്ട് പറയും. ആ പിള്ളേരെല്ലാം എല്ലാവരും വിശ്വാസത്തോടെ വാങ്ങിച്ച് ആ ബസ്സിലിരുന്ന് തന്നെ ഓരോരുത്തരും വായിക്കുന്നത് ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അത്രയ്ക്ക് ഞാൻ ഈ പത്രം ആദ്യമൊക്കെ ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ ഇതൊക്കെ കൊടുക്കാൻ എനിക്കൊരു മടി ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം അങ്ങനെ ഒന്നുമില്ല. ഞാനത് കൊണ്ടുപോയി എല്ലാവർക്കും കൊണ്ട് സന്തോഷത്തോടെ കൊണ്ട് കൊടുക്കും, എല്ലാവരും വാങ്ങിക്കും. പിന്നെ അല്ലാതെ ഒരുപാട് അനുഗ്രഹം തന്ന ഈ അമ്മയ്ക്ക് ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഞാൻ എന്നും ഈ ഉടമ്പടിയിലായിരുന്ന് ജീവിക്കും എന്ന് ഞാനും എൻ്റെ കുടുംബമോ എന്ന് ഈ ഉടമ്പടിയിലായിരിക്കും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു.